നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരു ദിവസം മുൻപാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഒരു പ്രഖ്യാപനം നടത്തിയത്. കേരളത്തിൽ ഒരു കപ്പൽ നിർമ്മാണശാലയ്ക്ക് ടാറ്റ സമ്മതം മൂളി. 10,000 കോടി രൂപയാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇത് സംബന്ധിച്ച പ്രപ്പോസൽ സർക്കാരിന് ലഭിച്ചുവെന്നും 1 മാസത്തിനകം ചർച്ച ചെയ്ത് അനുകൂല തീരുമാനം കൈക്കൊള്ളുമെന്നും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടെയുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്തി മിഷൻ സമുദ്ര പദ്ധതിയുടെ ഭാഗമായാണ് ഈ നീക്കമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയത്. എന്നാൽ പ്രഖ്യാപനം വന്ന് മണിക്കൂറുകൾക്കകം ടാറ്റ സതീശൻ്റെ പ്രഖ്യാപനം തള്ളിപ്പറയുന്നു. കേരളത്തിൽ 10,000 കോടി നിക്ഷേപിക്കാൻ തങ്ങൾ ഒരു കത്തും കേരള സർക്കാരിന് നൽകിയിട്ടില്ല. കപ്പൽ നിർമ്മാണ സംരംഭം ആരംഭിക്കാൻ ടാറ്റ 10,000 കോടി രൂപ കേരളത്തിൽ മുതൽ മുടക്കുന്നു എന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ അവകാശവാദം പൂർണ്ണമായി ടാറ്റ ഗ്രൂപ്പ് തള്ളിക്കളഞ്ഞു. സംസ്ഥാനത്ത് കപ്പൽ നിർമ്മാണ രംഗത്ത് 10,000 കോടി രൂപ നിക്ഷേപിക്കാൻ ടാറ്റ ഗ്രൂപ്പ് പദ്ധതിയിടുന്നുവെന്നും ഇതുമായി ബന്ധപ്പെട്ട അനുമതിക്കായി ടാറ്റ ഗ്രൂപ്പ് അപേക്ഷ നൽകിയതായും ബ്ലൂംബെർഗിന് നൽകിയ അഭിമുഖത്തിലാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. ദക്ഷിണേന്ത്യയിലോ മറ്റെവിടെയോ ഇത്തരമൊരു പദ്ധതിക്ക് ആലോചനയില്ല എന്ന് ടാറ്റ ഗ്രൂപ്പ് ഇപ്പോൾ വ്യക്തമാക്കുന്നു. എക്കണോമിക് ടൈംസ് ആണ് ഇത് സംബന്ധിച്ച വിശദ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇത്തരമൊരു പദ്ധതിയെക്കുറിച്ച് തങ്ങൾക്ക് അറിയില്ല എന്ന് ടാറ്റ ഗ്രൂപ്പ് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരമൊരു പ്രഖ്യാപനം വി.ഡി. സതീശൻ നടത്തിയത് എന്ന് വ്യക്തമാക്കണം. മുഖ്യമന്ത്രി വി.ഡി. സതീശന് ചുറ്റും ഇപ്പോൾ അവതാരങ്ങളുടെ തിക്കും തിരക്കുമാണ്. അവരാണ് പല പദ്ധതികളും മുഖ്യമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. നിജസ്ഥിതി തിരയാനോ നിജസ്ഥിതി അന്വേഷിക്കാനോ മെനക്കെടാതെ കേട്ട പാതി കേൾക്കാത്ത പാതി ഇത്തരം പ്രഖ്യാപനങ്ങൾ മുഖ്യമന്ത്രി വി.ഡി. സതീശനെ പോലൊരാൾ നടത്തണമോ? ബ്ലൂംബെർഗിന് നൽകിയ അഭിമുഖം തങ്ങൾ കണ്ടു. മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞതെന്ന് തങ്ങൾക്കറിയില്ല. അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ച കാര്യമാണോ ഇതെന്ന് സംശയമുണ്ടെന്നും ടാറ്റ ഗ്രൂപ്പിൻ്റെ എക്സിക്യൂട്ടീവ് പറയുന്നു. ടാറ്റ ഗ്രൂപ്പിൽ നിന്ന് അപേക്ഷ കിട്ടിയിട്ടുണ്ടെന്നും അപേക്ഷ വിശദമായി പരിശോധിച്ചതിന് ശേഷം സർക്കാർ തീരുമാനമെടുക്കുമെന്നുമൊക്കെയാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. ഈ പ്രഖ്യാപനം കേട്ട് കേരളത്തിലെ ജനങ്ങൾ അമ്പരന്നിരുന്നു. യു.ഡി.എഫ് സർക്കാർ അധികാരത്തിലെത്തി തൊട്ടു പിന്നാലെ പവർ കട്ടും തുടങ്ങി. മഴയില്ല, ജലസംഭരണികളിൽ വെള്ളമില്ല എന്നതൊക്കെ സ്വാഭാവികമായി ന്യായവാദങ്ങളാവാം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കടമെടുത്ത വൈദ്യുതി തിരികെ നൽകേണ്ടിയും വന്നുമത്രേ. വൈദ്യുതി കട്ടും മറ്റ് അനുബന്ധ പ്രശ്നങ്ങളുമൊക്കെ കേരളത്തിലെ നിത്യസംഭവങ്ങളാണ്. ഇത്തരം ആക്ഷേപങ്ങൾക്കിടയിൽ ടാറ്റ ഗ്രൂപ്പ് 10,000 കോടിയുമായി ഇങ്ങോട്ടേക്ക് ചാടി വരുമോ എന്ന് കേരളത്തിലെ ജനങ്ങൾ സംശയിച്ചിരുന്നു. ഒരാലോചന പോലും ടാറ്റ ഗ്രൂപ്പ് നടത്താത്ത ഇത്തരമൊരു സംരംഭത്തെക്കുറിച്ച് എന്തിനാണ് ഇത്തരം വെടുവായത്തരങ്ങൾ വി.ഡി. സതീശൻ വിളിച്ചുകൂവിയത്? വെറും തള്ളു മാത്രമാണോ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്? ഇതിൽ കൂടുതൽ കൃത്യത വരുത്തേണ്ടതുണ്ട് വി.ഡി. സതീശൻ. കേരളത്തിലെന്നല്ല, ദക്ഷിണേന്ത്യയിൽ ഒരിടത്തും ഇത്തരമൊരു കപ്പൽ നിർമ്മാണശാലയെക്കുറിച്ച് തങ്ങൾ ആലോചനയെ നടത്തിയിട്ടില്ല എന്നാണ് ടാറ്റ ഗ്രൂപ്പിൻ്റെ വിശദീകരണം. ടാറ്റ ഗ്രൂപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമമാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് എന്നോർക്കുക. സംസ്ഥാന സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയായി മിഷൻ സമുദ്രയെ അവതരിപ്പിക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. തുറമുഖ വകുപ്പ് താൻ ഏറ്റെടുത്തത് ഏറെ പ്രതീക്ഷയോടെയാണ് എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയാറുണ്ട് മുഖ്യമന്ത്രി. തുറമുഖ വകുപ്പ് സതീശൻ ഏറ്റെടുത്തതിനെ ചൊല്ലിയും അദാനി ഗ്രൂപ്പുമായുള്ള ബന്ധത്തെക്കുറിച്ചുമൊക്കെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ തുടർച്ചയായി ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഇക്കഴിഞ്ഞ സംസ്ഥാന ബജറ്റിലും ഏറ്റവും വലിയ സ്വപ്ന പദ്ധതികൾ പ്രഖ്യാപിച്ചത് തുറമുഖ വകുപ്പിലാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയ നേട്ടം എന്ന തലത്തിലായിരുന്നു ടാറ്റയുടെ കടന്നുവരവിനെ കേരളത്തിലെ ജനങ്ങൾ സഹർഷം സ്വാഗതം ചെയ്തത്. കപ്പൽ നിർമ്മാണ മേഖലയിൽ $1 ബില്യൺ മുതൽ മുടക്കും എന്ന ടാറ്റയുടെ വാഗ്ദാനം ഇത് വെള്ളത്തിൽ വരച്ച വര പോലെയായല്ലോ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ വലിയ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി മിഷൻ സമുദ്ര പദ്ധതിയുടെ ഭാഗമായാണ് ടാറ്റ ഗ്രൂപ്പിന്റെ ഈ കടന്നുവരവ് എന്നൊക്കെയാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. വ്യവസായ ഭീമന്മാരായ ടാറ്റയുമായി സർക്കാർ നടത്തുന്ന ചർച്ചകൾ ഇപ്പോൾ സജീവമാണെന്നും വി.ഡി. സതീശൻ പറഞ്ഞിരുന്നു. ഇത് മാത്രമല്ല, കപ്പൽ നിർമ്മാണശാലയ്ക്ക് ആവശ്യമായ ഭൂമി സർക്കാർ നൽകുമെന്നും സതീശന്റെ പ്രഖ്യാപനം. ഇനി ഭൂമി വാഗ്ദാനം ചെയ്ത് ടാറ്റയെ കേരളത്തിലെത്തിക്കാനുള്ള എന്തെങ്കിലും പൊടി നമ്പറായിരുന്നു സതീശൻ പ്രയോഗിച്ചത്. എല്ലാ സമുദ്ര തുറമുഖ മേഖലകളെയും പരസ്പരം സംയോജിപ്പിച്ച് വിഴിഞ്ഞം കേന്ദ്രീകരിച്ചൊരു ആഗോള മാരിടൈം ഹബ് നിർമ്മിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്നൊക്കെ സതീശൻ വിവരിച്ചിരുന്നു. ആ പദ്ധതി തന്നെ യൂട്ടോപ്യൻ സങ്കല്പമായിരുന്നു എന്ന സംശയം കേരളത്തിലെ ജനങ്ങൾക്ക്.
ഇന്ത്യയിലെ ആഭ്യന്തര കപ്പൽ നിർമ്മാണ ശേഷി അതിവേഗം വർദ്ധിപ്പിക്കാനും ആഗോള സമുദ്ര വ്യാപാരത്തിൽ രാജ്യത്തിൻ്റെ സ്വാധീനം ഉറപ്പിക്കാനും ഇതുവഴി കഴിയും എന്നാണ് വി.ഡി. സതീശൻ ബ്ലൂംബെർഗിനോട് പറഞ്ഞത്. ടാറ്റ ഗ്രൂപ്പ് കൂടി കേരളത്തിലേക്ക് കടന്നു വരുന്നതോടെ കേരളത്തിൻ്റെ സാമ്പത്തിക അടിത്തറ പൂർണ്ണമായും മാറിമറിയുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. കൂടുതൽ വിശദാംശങ്ങൾ ചർച്ചകൾക്ക് ശേഷം മാത്രമേ വെളിപ്പെടുത്തൂ എന്നും മുഖ്യമന്ത്രി അന്ന് പറഞ്ഞിരുന്നു. ഇതോടെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ഈ പദ്ധതിയെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. വി.ഡി. സതീശന്റെ സ്വപ്ന പദ്ധതിയായ മിഷൻ സമുദ്ര യാഥാർത്ഥ്യമാകുന്നു എന്ന് തോന്നൽ. തൃശൂർ ആസ്ഥാനമായ സ്വർണ്ണപ്പണയം വായ്പാ കമ്പനിയായ യോഗക്ഷേമം ലോൺസിനെ ടാറ്റ ഗ്രൂപ്പിന് കീഴിലെ ടാറ്റ ക്യാപിറ്റൽ ഏറ്റെടുത്ത് വാർത്തകൾക്ക് പിന്നാലെയായിരുന്നു സതീശന്റെ ഈ വെളിപ്പെടുത്തൽ. ടാറ്റ ആദ്യമായി ഗോൾഡ് ലോൺ മേഖലയിലേക്ക് ചുവടുവയ്ക്കുക കൂടിയാണ് ഈ ഏറ്റെടുക്കലിലൂടെ. കേരള കമ്പനിയെ ഏറ്റെടുത്ത ടാറ്റയുടെ നീക്കം സഹർഷം കേരളത്തിലെ ജനങ്ങൾ സ്വാഗതം ചെയ്യുന്നതിനിടയിൽ മറ്റൊരു കിടിലോൽക്കിടിലം പ്രഖ്യാപനം. കേരളത്തെ കടൽ ശക്തിയാക്കി മാറ്റും എന്നായിരുന്നു മിഷൻ സമുദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിയമസഭയിൽ പറഞ്ഞത്. വിഴിഞ്ഞത്ത് മദർഷിപ്പ് നിർമ്മാണം, അറ്റകുറ്റപ്പണി എന്നിവയ്ക്കായി കപ്പൽശാല സ്ഥാപിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇത്ര പെട്ടെന്ന് ടാറ്റ ഓടിപ്പാഞ്ഞ് വരുന്നത് കണ്ടപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയായി. ബജറ്റ് പ്രഖ്യാപനത്തിൻ്റെ തുടർ നടപടികൾക്കായി ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ് നമ്മൾ മലയാളികൾ. ഈ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ടാറ്റയുടെ രംഗപ്രവേശ സാധ്യതയും പൂർണ്ണ ചർച്ചയിലേക്ക് വന്നു. കേരളത്തിൻ്റെ ഏകദേശം 600 കിലോമീറ്റർ തീരപ്രദേശം, 2 രാജ്യാന്തര തുറമുഖങ്ങൾ, ഒരു കണ്ടെയ്നർ ട്രാൻസ്ഷിപ്പ് ടെർമിനൽ, 17 ചെറുകിട തുറമുഖങ്ങൾ, മറ്റ് നിരവധി ജലസ്രോതസ്സുകൾ, ഇവയെല്ലാം സംയോജിപ്പിച്ച് അടുത്ത 5 വർഷത്തിനുള്ളിൽ ആഗോള നാവിക ഭൂപടത്തിൽ സംസ്ഥാനത്തെ ഒരു ശക്തിയാക്കി ഉയർത്തുമെന്നാണ് ബജറ്റിലെ പ്രഖ്യാപനം. ഇതൊരു സ്വപ്ന പദ്ധതിയാണ്. കേരളത്തിലെ ജനങ്ങൾ ഏറെ പ്രതീക്ഷിക്കുന്ന പദ്ധതി. അതിനുവേണ്ടി നടപടികളും പ്രവർത്തനങ്ങളുമാണ് വേണ്ടത്. അല്ലാതെ ഇത്തരം ഉട്ടോപ്യൻ പ്രഖ്യാപനങ്ങളുമായി മുന്നോട്ട് പോയാൽ ജനം തിരിയും എന്ന് മുഖ്യമന്ത്രി ഓർക്കുക. മുഖ്യമന്ത്രി വി.ഡി. സതീശന് അബദ്ധം പിടഞ്ഞതാണോ അതോ അദ്ദേഹത്തെ ആരെങ്കിലും ചതിച്ചതാണോ? മിക്കവാറും ഏതെങ്കിലും അവതാരകർ കെട്ടിക്കൂട്ടിയ ഒരു ഫയലുമായി അദ്ദേഹത്തിന് അടുക്കൽ ചെന്ന് അദ്ദേഹത്തെ മുച്ചൂടും കുഴിയിൽപ്പെടുത്തിയതാവും. എങ്കിൽ അത്തരം അവതാരങ്ങളെ മാറ്റി നിർത്തുകയാണ് തൽക്കാലം ചെയ്യേണ്ടത്. ആരാണ് മുഖ്യമന്ത്രിയെ ഇത്ര പാതാളക്കുഴിയിലേക്ക് തള്ളിയിട്ട് ജനങ്ങൾക്ക് മുന്നിൽ പരിഹാസ്യനാക്കാൻ ശ്രമിച്ചത്? ഇനി ശത്രു അദ്ദേഹത്തിൻ്റെ പാളയത്തിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ടോ? കേരളത്തിലെ റോഡ്, കടൽ, റെയിൽ, ഉൾനാടൻ ജലപാത ശൃംഖലകളെ നിർമ്മാണ മേഖലകളുമായും ഗ്രീൻഫീൽഡ് നഗരങ്ങളുമായും തടസ്സരഹിതമായി സംയോജിപ്പിക്കുന്നതിനുള്ള പദ്ധതിയും ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ പദ്ധതികളൊക്കെ കണ്ട് കണ്ണ് മഞ്ഞളിച്ചിരിക്കുന്ന ജനങ്ങളുടെ മുന്നിൽ പ്രവർത്തനത്തിൻ്റെ ഒരു ചെറു കിരണമെങ്കിലും തുടങ്ങിയിടണം. കേരളത്തെ ഒരു സമുദ്ര സമ്പദ് വ്യവസ്ഥയാക്കി ഉയർത്തുമെന്നായിരുന്നു സതീശൻ്റെ പ്രഖ്യാപനം. കാര്യങ്ങളൊക്കെ നല്ലതാണ് പേപ്പറിലും സ്വപ്നങ്ങളിലും. എന്നാൽ പ്രവർത്തനങ്ങളിലേക്ക് വരുമ്പോഴാണ് പച്ചയായ യാഥാർത്ഥ്യങ്ങൾ പലപ്പോഴും തിരിച്ചറിയുന്നത്. ഒരു വശത്ത് KSUവും സുകുമാരൻ നായരുമൊക്കെ നമ്മുടെ സതീശൻ്റെ ആത്മാർത്ഥത ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. മറുവശത്ത് ജനങ്ങൾക്ക് സംശയമുണ്ടാക്കുന്ന ഇത്തരം പ്രഖ്യാപനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണ് തൽക്കാലം നല്ലത്. സമഗ്രമായ കേരള മാരിടൈം നയം പ്രഖ്യാപിക്കും എന്നാണ് സതീശൻ പറഞ്ഞിരിക്കുന്നത്. ആ മാരിടൈം നയം എന്താണ് എന്ന് കാത്തിരിക്കാം. ടാറ്റ ഗ്രൂപ്പിന്റെ പ്രഖ്യാപനവുമില്ല, കത്തുമില്ല, ഒരു മണ്ണാങ്കട്ടയുമില്ല. എന്തൊക്കെ തള്ളുകളായിരുന്നു നമ്മൾ കേട്ടത്. മലപ്പുറം കത്തി, കൊടുവാൾ, പിന്നെ എന്തൊക്കെ. എന്തായാലും ഇമാതിരി തള്ളുകൾ നടത്താതിരിക്കുകയാണ് നല്ലത്. ടാറ്റ വരാൻ പോയിട്ട് ആലോചിച്ചു പോലുമില്ലത്രേ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.